അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ മാസിഡോണിയയിലെ ഫിലിപ്പ് രാജാവിന് അഴകുള്ള ഒരു കുതിരയെ ലഭിക്കുകയുണ്ടായി. അതിനെ പുറത്ത് സവാരി ചെയ്യുന്നതിനായി അതിനെ പരിശീലിപ്പിക്കുവാൻ ചിലരെ നിയമിച്ചു. എന്നാൽ അവരുടെ ശ്രമങ്ങളൊന്നും ഫലവത്തായില്ല. കുതിര അവരെ കാണുമ്പോൾ തന്നെ തുള്ളിച്ചാടുമായിരുന്നു. രാജാവ് കുതിരയെ പരിശീലിപ്പിക്കുന്ന ചില വിദഗ്ധരെ വീണ്ടും നിയമിച്ചു. എന്നാൽ അവരുടെ പരിശീലനവും തോൽവി അടഞ്ഞതായിത്തീർന്നു. അലക്സാണ്ടർ അന്ന് നന്ന് ചെറുപ്പമായിരുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന അലക്സാണ്ടർ അവർക്ക് കുതിരയെ പരിശീലിപ്പിക്കുവാൻ സാധിക്കാതെ പോയതിന് കാരണം എന്തെന്ന് കണ്ടെത്തി. ഒരു ദിവസം അലക്സാണ്ടർ കുതിരയെ സമീപിച്ചു. കുതിരയെ സൂര്യൻ അഭിമുഖമായി നിർത്തിയപ്പോൾ കുതിര ശാന്തമായി നിൽക്കുകയാണ് ഉണ്ടായത്. സൂര്യനെ പുറം തിരിഞ്ഞാണ് മറ്റുള്ളവർ കുതിരയെ നിർത്തി പരിശീലിപ്പിക്കാൻ ശ്രമിച്ചത്. ആളുകളുടെ നിഴലും തൻ്റെ നിഴലും കണ്ടാണ് കുതിര വിരളി പിടിച്ചത്. ക്രിസ്തീയ ജീവിതത്തിൽ ആരെയെങ്കിലുമൊക്കെ പരിശീലിപ്പിക്കണമെങ്കിൽ ക്രിസ്തുവിന് അഭിമുഖമായി അവരെ നിർത്തേണ്ടത് ആവശ്യമാണ്. മറ്റേതിന് അഭിമുഖമായി നിർത്തിയാലും പരിശീലനം ശക്തിപ്പെടാൻ പോകുന്നില്ലെന്ന് സഭാ നേതാക്കന്മാർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ദൈവത്തിന് മുഖം തിരിഞ്ഞ മനുഷ്യൻ ഇന്ന് പലതിനെയും കണ്ട് പരിഭ്രാന്തരായിത്തീരുന്നു. ദൈവത്തെ മുഖാമുഖം കാണുവാൻ ആർക്കും സാധിക്കുന്നില്ലെന്ന ചിന്ത പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. അത് സത്യമാണ് താനും. എന്നാൽ ദൈവം മനുഷ്യനായി തീർന്നതിനാൽ ദൈവത്തെ മുഖാമുഖം കാണുവാൻ സാധിക്കുമെന്നതാണ് പുതിയ നിയമത്തിൻ്റെ ഉപദേശ സത്യം. ദൈവം മനുഷ്യനായി തീർന്നതിൻ്റെ ഒരു പ്രധാന കാര്യമാണ് ദൈവത്തെ മുഖാമുഖം കാണുന്നു എന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ പറ്റി ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായി ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാൻ 1:1 യേശു ക്രിസ്തുവിൽ കൂടി നാം ദൈവിക സ്വഭാവം നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ഭയങ്ങളെല്ലാം മാറുന്നത്. മറിയയുടെ മകനായി ജഡമെടുത്ത് രക്ഷണിൽ കൂടി നാം ദൈവത്തെ മുഖാമുഖം കാണുമ്പോൾ നമ്മുടെ സംഭ്രമങ്ങൾ ഭയങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നു. നിങ്ങൾ യേശു ക്രിസ്തുവിൽ കൂടി ദൈവത്തെ ദർശിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി ദൈവത്തെ നോക്കുക. നിങ്ങളിലുള്ള ഭയം മാറുന്നതിന് അത് കാരണമായിട്ട് തീരും. ദൈവത്തിലേക്കുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവിടുന്ന് ഇങ്ങനെ അരുളിച്ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിങ്കൽ എത്തുന്നില്ല. ഇന്ന് ദൈവത്തെ കണ്ടെത്തുവാൻ മനുഷ്യൻ കണ്ടെത്തുന്ന വഴികളൊക്കെ പാഴ്വഴികളാണ്. ദൈവത്തെ കണ്ടെത്തുവാൻ വേറെ യാതൊരു വഴിയും പിതാവായ ദൈവം ഒരുക്കിയിട്ടില്ല. അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ ഏകജാതനായ മകനെ ക്രൂശിന്മേൽ മരിക്കാനായി ഈ പാപലോകത്തിലേക്ക് വിടേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. യാഗങ്ങളുടെ അവസാനമായി മനുഷ്യൻ്റെ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ, മതങ്ങൾ തോറ്റ തുന്നം പാടിയപ്പോൾ, മനുഷ്യരക്ഷയ്ക്കായി കാൽവറി ഉയർത്തപ്പെട്ട ക്രൂശ് നമ്മെ ഇന്ന് മാടി വിളിക്കുന്നു. നാം നിഴലിനെ കണ്ട് ഭയപ്പെടേണ്ടവരല്ല. ദൈവത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ മുഖം പ്രകാശിതമായി തീരും. നമുക്ക് നിത്യരക്ഷയുടെ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും.